മാഡം എന്ത് പറയോ എന്തോ, എനിക്ക് പേടിയാവുന്നു. അമ്മ ഒരു പ്രത്യേക പ്രകൃതമായോണ്ട് ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാ എനിക്കും പേടി. അമ്മേ, അമ്മ പറഞ്ഞ സ്ഥലത്ത് തന്നെ നിപ്പുണ്ട്. മീലി എന്റെ കൂടെ ഉണ്ട്. അമ്മ ഇപ്പൊ വരും. അമ്മേ, എന്താടാ സ്പോട്ട് പേയ്മെന്റ് പ്രഭാവതിയുടെ രീതിയാണെന്ന് നിനക്കറിയത്തില്ലേ? മാഡം, മിഷനിൽ പാളിച്ച സംഭവിച്ചു എന്നുള്ളത് സത്യമാ, പക്ഷെ മനഃപൂർവ്വം അല്ല. പാളിച്ച് പറ്റരുത്. മനഃപൂർവ്വം ആണെങ്കിലും അല്ലെങ്കിലും അതുകൊണ്ട് ഇപ്പൊ കിട്ടിയ അടിയുടെ പൊള്ളല് മനസ്സിൽ കിടക്കണം. ഇനി തെറ്റുപറ്റില്ല. ഇത് നിനക്കിരിക്കട്ടെ. നിത്യ തീർത്താൽ എന്റെ മകൻ നിന്റെ കഴുത്തിൽ പൂമാല ഇടുവെന്ന് കരുതിയിരുന്നവളല്ലേ നീ? ദേവികയുടെ തല്ല് വാങ്ങി തോറ്റു വന്ന നിനക്ക് തൽക്കാലം പ്രഭാവതിയുടെ തലയിലിരുന്ന ഈ വാടിയ പൂമാല മതി. ഇവക്ക് പകരം ഞാനായിരുന്നെങ്കിൽ വായ മുടടി. നീയായിരുന്നെങ്കിൽ അങ്ങ് ഹരിച്ചേനെ. എവിടെ തൽക്കാലം എവിടെ നാട്ടിലേക്ക് പോട്ടെ. നിലവിൽ പോലീസ് കേസൊന്നും ഇല്ലെങ്കിലും ഏജൻസിയിൽ ഒരു അന്വേഷണം ഉണ്ടാവും. അവിടെ വീട്ടിലാർക്കും നമ്മളെ സംശയമൊന്നുമില്ലല്ലോ. അമ്മയും മുത്തശ്ശിയും നമ്മുടെ പക്ഷത്താ. മീലി പറഞ്ഞ കഥയിലാണ് അവർക്ക് വിശ്വാസം. നിത്യയെ തീർക്കാൻ മിലിക്ക് കൊട്ടേഷൻ നൽകിയത് സിദ്ധാർത്ഥനും ദേവികയും ചേർന്നാണ്. അത് തൽക്കാലം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ശരത്തെ, ഇനി വളരെ സൂക്ഷിച്ചു വേണം. ദേവികയുടെ ക്യാമറ പരിപാടി ഇനിയൊന്നും നടക്കത്തില്ല. അത് ഞാൻ നോക്കിക്കോളാം. കാര്യം പെട്ടെന്ന് നടക്കുകയും വേണം. യുദ്ധം നീളുന്നതനുസരിച്ച് ക്ഷീണവും പരാജയ സാധ്യതയും ഒരുപോലെ കൂടും. അറിയാം. ഇനി നിത്യയുടെ കാര്യം നീ ഏറ്റെടുത്താ മതി. അവളുടെ ഉയരെടുക്കാൻ സബ് കോൺട്രാക്ട് കൊടുക്കണ്ട. മനസ്സിലായോ? സെൻട്രൽ സ്റ്റേഷനിൽ വരുന്ന സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കേസുകൾ നമ്മളെ വിളിച്ച് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷന് പുറത്തു വച്ച് സെറ്റിൽമെന്റ്. നമുക്ക് 30% കമ്മീഷൻ. അതാണ് ഡീല്. അച്ഛാ, ആ ഞാനിപ്പോ വിളിക്കാൻ രാജാ. മോളും അവളുടെ ചേച്ചിയും വന്നിട്ടുണ്ട്. ആ ഇരിക്കും. എവിടെ പോയതാ നാത്തൂമാര് രണ്ടും കൂടി? ചുമ്മാ അച്ഛന്റെ ഓഫീസ് ഒന്ന് പ്രേമിച്ച് കാണിക്കാന്ന് വെച്ചു. പ്രേമോൾ എന്താ മിണ്ടാതിരിക്കുന്നത്? അന്നത്തെ പിണക്കമാണോ? ഹേയ്, എനിക്ക് പിണക്കൊന്നുമില്ല. അന്നങ്ങനെ പറ്റിപ്പോയി. ഒരു വലിയ കുടുംബത്തിലാ എന്റെ മോള് നിൽക്കുന്നതെന്ന് എന്റെ കൂട്ടുകാരൊന്ന് കാണിക്കാൻ വന്നതാ. പെൻഷൻ പറ്റിയ വണ്ടിക്കാളകളുടെ മുന്നിൽ ഒന്ന് മേനി നടിക്കാൻ. പിന്നെ ബന്ധുബലവും ഒന്ന് കാണിക്കാമെന്ന് കരുതി. അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു. പിന്നെ ദേവിയേക്ക് ചന്ദ്രമോളെ അടിക്കാൻ ഒരു വടി കിട്ടി. അതിനുള്ള മറുപടി മടക്കത്തപ്പയിൽ തന്നെ മനോഹറിന് കിട്ടിയല്ലോ. പിന്നെ ദേവികയുടെ കയ്യിൽ വടിവെട്ടി കൊടുത്തത് സിദ്ധാർത്ഥനല്ലേ? സിദ്ധുയുടെ പാവം അച്ഛ, ഒരു ശുദ്ധനായതുകൊണ്ടാ. ശുദ്ധൻ ചില സമയങ്ങളിൽ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന്. ആ അവള് എന്നെ കാണാൻ വന്നിരുന്നു. ആര്? ദേവികയോ? അവള് വീണ്ടും വന്നോ? ആ ഞാൻ നിങ്ങളോട് പറയാത്തതാ. അവൾ സിദ്ധാർത്ഥന്റെ കൂടെ തന്നെ ജീവിക്കുമെന്ന് ഒരു വെല്ലുവിളി. എന്നിട്ട് അച്ഛനെന്ത് പറഞ്ഞു? എന്റെ മകൾ ചന്ദ്രലേഖയായിരിക്കും ഈ ജന്മത്തിൽ സിദ്ധാർത്ഥന്റെ ഭാര്യ എന്ന് പറഞ്ഞു. അത് കലക്കി നടേശൻ സാറേ. നടേശൻ സാറോ? അച്ഛന്റെ സ്ഥാനത്തല്ലേ ഞാൻ.
നടേശൻ അച്ഛാന്ന് വിളിച്ചാ മതി. എന്നാലും അവളുടെ ഒരു വെല്ലുവിളി. ഞാഞ്ഞൂലിന്റെ സീൽക്കാരം എന്ന് കരുതിയാ മതി. അച്ഛനേതാണ്ടോ ക്യാഷ് ഡീലിങ്സിന്റെ കാര്യം പറയുന്ന കേട്ടല്ലോ. എന്നതാ അച്ഛ? അതോ, ഈ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാവുന്നവരെ നമ്മൾ സഹായിക്കും. കോടതിയിലും കേസിനുമൊക്കെ പോയാൽ എത്ര നാൾ പിടിക്കും? ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായ ആളാ സിദ്ധുവേട്ടൻ. ഞാൻ പറഞ്ഞില്ലേ 50 ലക്ഷം രൂപയാ ആ ഡോക്ടർ നിരഞ്ജൻ അടിച്ചെടുത്തത്. അതെ, അതൊക്കെ പലിശ സഹിതം നമുക്ക് തിരിച്ചെടുക്കാമെന്നേ. പറ്റുമോ? പറ്റാതെ പിന്നെ തൊപ്പി തലയിലില്ലെന്നേ ഉള്ളൂ. പക്ഷേ ലോ ആൻഡ് ഓർഡറിൽ നടേശൻ ഇപ്പോഴും പുലി തന്നെയാ. ഓ, ആ കാശ് കിട്ടിയെങ്കിൽ ചന്ദ്രമൊക്കുള്ളത് തന്നെയല്ലേ അതും. നമ്മൾ വാങ്ങിക്കും, ധൈര്യമായിട്ടിരിക്കുക. പോലീസിന്റെ പൂട്ടെന്ന് പറഞ്ഞാലേ കത്രിക പൂട്ടാ. അത് ഡോക്ടർ നിരഞ്ജന് മനസ്സിലാകും. ചന്ദ്രമോളെ, ആ ശരത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ദേവികയെ ഒതുക്കാൻ അവനെ മുന്നിൽ നിർത്തുന്നത് നല്ലതാ. സൂക്ഷിക്കണേ, അവൻ പൊളവനാ. യുദ്ധം ജയിക്കാൻ നമുക്കൊരു ശിഖണ്ഡി, അത്രേ ഉള്ളൂ. എന്തിനാടാ ശരവണ ഇങ്ങനെ കടന്ന് വിളിക്കുന്നേ? ചോദിക്കുമ്പോ നിനക്ക് പണം തരാൻ ഞാൻ ആരാടാ? റിസർവ് ബാങ്ക് ഗവർണറോ? നീ മുമ്പ് വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? നീ ചുമ്മാ നിന്ന് തുരുമ്പിക്കുന്നു. നീ ആരാടാ ക്ലാപ്പേ? നീ എന്നെ ഗുണിക്കുമെന്നോ ഹരിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ. മരണമായിരുന്നു വാങ്ങരുത്. സമ്മറിന്റെ വഴിയേ നീയും അങ്ങ് പോവും. ശരത്തിന് ആരും മസ്റ്റ് അല്ലടാ. നീ ഫോൺ വെക്ക്, അല്ലെങ്കിലേ ശരത്ത് ട്രാക്ക് മാറ്റും. അവന് പൊന്നുമണിയും വേണം, ചോദിക്കുമ്പോ മണിയും വേണം. അവന് മണി അടിക്കാൻ നേരമായി. സാർ, വരണം മിസ്റ്റർ എന്തുചൂടൻ. അയ്യോ, ഞാനൊരു പാവം. പത്തയിലെ അടയാളം കണ്ട് പാമ്പിനെ തിരിച്ചറിയണമെന്ന് നടേശന് ആ കഴിവ് നന്നായിട്ടുണ്ട്. സാറ് കാണണമെന്ന് പറഞ്ഞത്? നമ്മുടെ ടാർഗറ്റ് ഒന്നല്ലേ ശരത്ത്? ദേവിക എന്റെ മകളുടെ ആഗ്രഹത്തിന് വഴിവിലങ്ങായി നിൽക്കുന്നവൾ. നമുക്ക് തുടച്ച് നീക്കാം സാറേ. ശരത്തിന് ഞാൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ടുണ്ടാകും, ഫോഴ്സിന്റെ. കാര്യം നടന്നു കഴിയുമ്പോ കാക്കയുടെ തനിനിറം എന്നോട് കാണിക്കരുത്. പിന്നെ ഏറ്റവും അടുത്ത ഒരു ദിവസം തന്നെ ദേവിക ആ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷയാണ്. കൊല്ലണ്ട, പക്ഷേ തിരിച്ചു വരാനാകാത്ത അത്ര ദൂരത്തേക്ക് മാറ്റണം. അത് ഞാൻ ഏറ്റു സാറേ.